നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ മണം വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താണ്? പല കാരണങ്ങളും പെർഫ്യൂമിൻ്റെ ടൈമിങ്ങിനെ, അതിൻ്റെ ഫ്രാഗ്രൻസിനെ, നോട്ട്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വാധീനിക്കുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ. കോട്ടൺ, വൂൾ പോലെയുള്ള ഡ്രസ്സുകൾ സെൻറ്റ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യുകയും ബോഡിയുടെയും നമ്മൾ ചുറ്റുപാടിൻ്റെ അന്തരീക്ഷത്തിലെ ഹീറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് സ്മെല്ല് റിലീസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഡ്രസ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ, സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഡ്രസ്സിലാണ് നമ്മൾ പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സെൻറ്റ് മോളിക്യൂൾസ് പെട്ടെന്ന് അത് ഇവാപ്പറേറ്റ് പോകാൻ സാധ്യതയുണ്ട്. കണ്ടുവരാനുള്ളൊരു കാര്യമാണ് കയ്യിൽ പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് ഡ്രസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിൽ തേക്കുന്ന ഒരു ശീലം. അത് വളരെ നല്ലതാണ്. പക്ഷേ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കയ്യിൽ നമ്മൾ റിസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് വളരെ ശക്തമായി തിരുമ്മും. ഈ സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും സെൻറ്റ് മോളിക്യൂൾസിനെ അത് ബ്രേക്ക് ചെയ്തിട്ട് അത് ഇവാപറേഷൻ വളരെ സ്പീഡിൽ നടക്കുകയും അതിൻ്റെ സ്മെല്ല് അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് വളരെ സമയത്തേക്ക് നിൽക്കത്തില്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് വളരെ വളരെ സ്മൂത്തായിട്ട് ലൈറ്റായിട്ട് റബ്ബ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡ്രസ്സിലോ ശരീരത്തോ തേക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് പെർഫ്യൂമിൻ്റെ ടൈമിംഗ്, ലോങ്ങിവിറ്റി കൂട്ടാൻ സാധിക്കും. പിന്നെ ഒരു ടൈമിംഗ് കൂട്ടാനുള്ള ഒരു വഴിയാണ്, നമ്മുടെ ശരീരത്തിൽ ആണ് നമ്മൾ പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ തരുന്ന എന്തെങ്കിലും ലോഷനോ അപ്ലൈ ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പെർഫ്യൂം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിനെ സ്മെല്ലിനെ അബ്സോർബ് ചെയ്യുകയും വളരെ നേരത്തേക്ക് അതിൻ്റെ സ്മെല്ല് നിലനിൽക്കാനും കാരണമായി തീരും.